നമ്മൾ മുസ്ലിമീങ്ങളാരും ഒരു നബിയോടും ഒരു വലിയനോടും ഒരു മലക്കിനോടും ഒരു ഖുതുബിനോടും ഒരാളോടും അവരതാ ആരാധ്യന്മാരാണെന്നോ അല്ലാഹുവിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അവർക്കുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരാളോടും ഒന്നും തേടാറില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ അവിടുത്തെ പേര് പറയുന്നത് അബ്ദുൽ ഖാദിറിൽ ജീലാനി. കഴിവുള്ള പടച്ചവന്റെ അടിമയാണ്, ഉടമയല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അതിനേക്കാൾ വലിയ ആരും ഇല്ലല്ലോ. ആ റസൂലുള്ളാഹിനെ പറ്റിയും ലമ്മാ ഖാമ അബ്ദുല്ലാഹി, ഖുർആൻ സൂറത്തുൽ ജിന്നിൽ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞു അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ. ലോകത്ത് എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ അടിമ. അടിമക്ക് ഒരിക്കലും ഉടമയോട് കൂറുണ്ടാവില്ല. അല്ലാഹുവിനോട് ഒരു വിഷയത്തിലും ഒരു സൃഷ്ടിക്കും കൂറില്ല. അങ്ങനെ കൂറുണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ബഹുദൈവ വിശ്വാസം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് അശ്ശിർക്കു ബില്ലാഹ്. അങ്ങനെ ബഹുദൈവ വിശ്വാസം സബുൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. മറ്റൊരു തെറ്റെന്താണ്? നിരപരാധിയെ കൊന്നുകളയലാണ്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. വേറെ ഒരു തെറ്റാണ് അസ്സിഹ്റു. അതാ മറ്റൊരാൾക്ക് നാശവും ദോഷവും സംഭവിക്കാൻ വേണ്ടി ശൈത്താനെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില പരിപാടികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ശൈത്താനെ സ്വാധീനിക്കുക, നക്ഷത്രങ്ങളെ സ്വാധീനിക്കുക, അതിന് ചില വരയും കുറിയുമൊക്കെ നടത്തിയിട്ട് ശൈത്താനെ സ്വാധീനിച്ച് ചില രോഗങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിനെയും ഭാര്യയെയും തെറ്റിക്കുക, അയൽവാസികളെ തെറ്റിക്കുക, അമ്മായിനെയും പുതിയാപ്പിളിനെയും തെറ്റിക്കുക, കച്ചവടക്കാരെ തമ്മിൽ തെറ്റിക്കുക. ഇങ്ങനെ ശൈത്താനെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില പരിപാടിയുണ്ട്. അങ്ങനെ ശൈത്താനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരം പരിപാടി, അതിനാണ് സിഹ്ർ എന്ന് പറയുന്നത്. അത് വലിയ ഗുരുതരമായ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. ഒരിക്കലും ഒരു മുസ്ലിം സിഹ്ർ ചെയ്തു പോകരുതേ, സിഹ്ർ ചെയ്യിക്കരുതേ. ആഖിറത്തിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചിട്ട് പിന്നെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവിടെ ഒരു കാര്യം പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാദിന് പോകുമ്പോൾ ഒരു മുസ്ലിയാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പല ആളുകളും തമ്മിൽ തെറ്റാ. എന്താ കാരണം? സിഹ്ർ ചെയ്തു എന്നാ പറയുന്നത്. സിഹ്ർ ചെയ്തു എന്നാ പറയുന്നത്. അവിടെ തമ്മിൽ തെറ്റാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റ്. മറ്റേ കുടുംബക്കാരൻ സിഹ്ർ ചെയ്തു എന്നാ അയാൾ പറയും. ഞാൻ ചോദിച്ചു, അങ്ങനെ സിഹ്ർ ചെയ്യുന്ന അയാൾ കണ്ടിനോ? അയാളങ്ങനെ സിഹ്ർ ചെയ്യുന്നത് കണ്ടിനോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സിഹ്ർ ചെയ്തു എന്ന് പറഞ്ഞത്? 2 ആഴ്ച മുമ്പ് എന്നൊരാൾ വിളിച്ച്, സാറേ സിഹ്ർ കൊണ്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സിഹ്ർ നിങ്ങൾ കണ്ടിനോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇതിനാ സിഹ്ർ ഇട്ടെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ കാണാത്ത നിങ്ങൾ ഇതിനാ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ പിന്നെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കൂല. കാരണം എന്താ? എനിക്കെന്തോ ഒരു സിഹ്ർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ പിന്നെ തലവേദന മാറുമോ, ഊരവേദന മാറുമോ, മേൽകൈ വേദന മാറുമോ, പ്രശ്നം തീരുമോ? മനുഷ്യൻ നല്ല മനക്കരുത്തോടെ നിൽക്കണ്ടേ? മനസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാ. ഡ്രൈവർ പതറിയാ പിന്നെ വണ്ടി നേരെ പോവില്ല. മനസ്സിന് 4 മനക്കരുത്തുകളും എന്നാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ സിഹ്ർ ഉണ്ടെന്ന് വിചാരിച്ച് നടന്നാൽ പിന്നെ അവന് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ സിഹ്ർ തന്നെ സംഗതിയില്ലേ? സംഗതി ഉണ്ട്, കൊണ്ടല്ലേ ഹറാമായത്? അല്ലെ പിന്നെ അത് ഹറാമാവും. പാച ഹറാമായത് അങ്ങനെ സംഗതി ഉണ്ട്. പക്ഷേ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഒരു സിഹ്റുകാരനും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല. ഖുർആനാ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഇവിടെ നടക്കൂല. പിന്നെ ഇതിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, ഖുർആൻ ധാരാളം ഓതണം, അൽബഖറ ഓതണം, ലാ ഹൗല ചൊല്ലണം, അതുപോലുള്ള ദിക്റുകൾ ചൊല്ലണം, ഹദാദി ചൊല്ലണം, ബിർദുൽ ലത്തീഫ് ചൊല്ലണം, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാ പിന്നെ ശൈത്താനിന് സ്വാധീനിക്കാൻ കഴിയൂല. ശൈത്താന് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല.
അതിന് നമ്മൾ നന്നാകണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നിർബന്ധമാക്കിയതൊക്കെ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത്, മുത്തഅല്ലിമീങ്ങളെ ആദരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നല്ല കാര്യവും ചെയ്യണം. അങ്ങനെ നീ ശരിക്ക് തഖ്വയോടുകൂടെ ജീവിക്കുമ്പോ ഒരു സാഹിറിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താൻ കഴിഞ്ഞാൽ തന്നെ അതാ അത് ബാത്തിലാകാനുള്ള വകുപ്പ് അല്ലാഹു ഉണ്ടാക്കി തരും. ഹബീബ് നബി തങ്ങൾക്ക് സിഹിർ ചെയ്തു, കടുകെടുത്ത സിഹിറാണ്. പക്ഷേ നബി തങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ പ്രവർത്തനത്തിലോ ദീനീ പ്രവർത്തനത്തിനോ ഒരു വിഘാതവും ഉണ്ടായില്ല. ചെറിയ ഒരസുഖം, അതെന്തേ ഭാര്യമാരെ സമീപിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ, ഭാര്യയുടെ സമീപത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ക്ഷീണിച്ചു പോകുന്നു, തളർച്ച ബാധിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ രോഗം മാത്രം സംഭവിച്ചു. അത് ബാത്തിലാക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കിൽ വന്നിട്ട് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു. സിഹിർ ചെയ്തത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ പോയി ആ സിഹിർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു. ചീർപ്പിന്റെയും അതുപോലെ രോമത്തിന്റെയും ഉള്ളിൽ ചെയ്ത സിഹറായിരുന്നു. ആ കെട്ടുകളുള്ള സാധനം എടുത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ആയത്തും ഓതുമ്പോ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞു പോയി. സിഹിറില്ലെന്ന് പറയണ്ട, പക്ഷേ അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. നല്ല മനക്കരുത്ത് വേണം നമുക്ക്. രണ്ടാമതായി പറയട്ടെ, ഞാൻ ചോദിച്ചു സിഹിറുണ്ട് എന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ചെറുത്താൻ ഇളയിട്ട് ചെറുത്താൻ പറഞ്ഞതാന്ന്. എങ്ങനെ അങ്ങനെയുണ്ട് ചില പരിപാടി, ചില പെണ്ണുങ്ങളെ കൂട്ടിയിട്ടുണ്ട്, ചില കുത്തുബിയത്തുകാർ പുതുതായിട്ട് തുടങ്ങിയതാ. പഴയ കാലത്ത് അങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടി കുത്തുബിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ കുത്തുബിയത്ത് എല്ലിട്ട് ചെറുത്താനളുക. ചെറുത്താൻ ഇളകുമ്പോ ചെറുത്താൻ എന്തെല്ലോ വിളിച്ചു പറഞ്ഞ് അതെല്ലാം ഈ മൊയ്യാരും വിശ്വസിച്ച് കൂടുള്ളവരും വിശ്വസിച്ച്. സുബ്ഹാനല്ലാഹ്, ശൈത്താൻ നബിയാ, ശൈത്താൻ മലക്കാ, ശൈത്താൻ ആലിമാ? ഈ ശൈത്താൻ പറയുന്നത് നേരാക്കാൻ പാടുള്ളൂ. കുടുംബത്തിനെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ ശൈത്താൻ പറയുള്ളൂ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. ശൈത്താൻ എപ്പോഴും ആളുകളെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ പറയാ. അപ്പൊ പറയും എന്റെ അമ്മായി സിഹിർ ചെയ്തതാ, അല്ല എന്റെ ഉപ്പാന്റെ അനിയൻ സിഹിർ ചെയ്താ, അല്ല എന്റെ നേരെ അപ്പുറത്തെ പുരക്കാരൻ സിഹിർ ചെയ്തതാണ്, ഇപ്പുറത്തെ കടക്കാരൻ സിഹിർ ചെയ്ത. ഈ ശൈത്താനാ ഇത് പറയുന്നത്. ഈ ശൈത്താൻ പറയുന്നത് ഇവൻ ആമന്നാ വസല്ലംനാ, അതിങ്ങനെ വിശ്വസിച്ചിട്ട് ആ അയൽവാസിനെ തെറ്റിദ്ധരിച്ച് കുടുംബക്കാരനുമായിട്ട് തെറ്റി അവന്റെ കല്യാണത്തിന് പോകുന്നില്ല, ഇവന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല. എന്തൊരു മുസീബത്ത് എന്നാ പറയേണ്ടത്, വിവരക്കേട്. ഓ മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ അങ്ങനെ കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്ം. ഖുർആനാണ്, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിയാരെ സിഹിർ ഉണ്ടെങ്കിലോ, അതേ സിഹിർ ഉണ്ടാകാമെന്ന് വേണമെങ്കിൽ ലക്ഷണങ്ങളെ കൊണ്ട് പറയാം. ഒരു പക്ഷേ സിഹിർ ഉണ്ടാകാം എന്ന് പറയാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാതെ ഒരു മുസ്ലിയാർക്കും പറയാൻ പറ്റൂല. സിഹിറുണ്ടാകാം, ലക്ഷണങ്ങളെ കൊണ്ട് സിഹിറുണ്ടാകാമെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സാധ്യത പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായാലോ അതിനുള്ള ചികിത്സ പറഞ്ഞു കൊടുക്കാം, ആ ചികിത്സ ചെയ്യാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കാണാതെ പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിഹിറെടുക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൊണ്ടുവന്നു, അയാൾ സിഹിറെടുക്കാൻ പോയി, സിഹിറെടുത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്നെ ആ നാട്ടുകാരനായ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സിഹിറെടുക്കാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ, ബിരുദധാരിയാണ്, അയാൾ എൻ്റെ നാട്ടിൽ വന്ന് ഇന്ന വീട്ടിൽ നിന്ന് സിഹിറെടുത്തു. എന്നിട്ടോ ഉസ്താദെ കഥ പറയണോ? അവിടെ CCTV ഉള്ള വിവരം മാമൂലി ആരും മനസ്സിലാക്കിയിട്ടില്ല.
അയാൾ കൊണ്ടുപോയിട്ട് അത് ഇടുന്നത് അതാ CCTV പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട്. ആ തട്ടിപ്പിലും പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സിഹിറില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സിഹിറുണ്ടെങ്കിൽ എടുത്തു നീക്കിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബ് നബി തങ്ങൾക്ക് സിഹിർ ചെയ്തപ്പോൾ എടുത്തു നീക്കിയത് ബുഖാരിയിലുള്ളതാണല്ലോ. ഓ സുഹൃത്തുക്കൾ, അത് മലക്കുകൾ കാണിച്ചു കൊടുത്തതാണ്. ഇരിക്കട്ടെ, സിഹിറുണ്ടെങ്കിൽ നീക്കിക്കളയാം. സിഹിറുണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും അതുപോലെ ദിക്റുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലാഹുവിന്റെ അസ്മാകൾ പേരുകൊണ്ടുള്ള ചികിത്സ ചെയ്തു കൊടുക്കാം. അതിനൊന്നും യാതൊരു വിരോധവുമില്ല. സൂറത്തുൽ ബഖറ നിങ്ങൾ ഓദിക്കോ, നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓദിക്കോ. ഒരു ബാത്തിലുകാരനും സൂറത്തുൽ ബഖറയെ നേരിടാൻ കഴിയൂല. അത്ര വലിയ കെൽപ്പുള്ള ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. ഖുർആൻ കൊണ്ട് നമുക്ക് എന്തും നേരിടാം, ദിക്ർ കൊണ്ട് എന്തും നേരിടാം, അതുപോലെ അല്ലാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് എന്തും നേരിടാം. അതല്ലേ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിന്റെ മുമ്പിൽ ഒരു വസ്തുവിനും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പേരുകളോടുകൂടെ ഒന്നും ശല്യം ചെയ്യൂല. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ, ആ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഉസ്താദ് കുഞ്ഞ് അഹ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദഹ, അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, അവരാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. ആ ബദർ മൗലിദിന്റെ അവസാനം കണ്ടില്ലേ, തവസ്സൽന, എല്ലാവരും എഴുന്നേറ്റ് തവസ്സുൽ ബൈത്ത്, തവസ്സൽന ബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അള്ളാന്റെ പേര് കൊണ്ട് നമ്മൾ ഇതാ തവസ്സുലാക്കുന്നു. തവസ്സൽന ബിസ്മില്ലാഹ്. അള്ളാന്റെ പേരിനോടൊന്നിനും നേരിടാൻ കഴിയൂല. ഇരുന്നോളൂ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അപ്പൊ സിഹിർ എന്ന് പറയുന്നത് അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട ഗുരുതരമായ, അതേ പൊറുക്കപ്പെടാത്ത എന്ന് തന്നെ പറയാം ഒരു നിലക്ക്, വല്ലാത്ത ഗുരുതരമായ തെറ്റാണത്. മനുഷ്യന്റെ സർവ്വ നന്മയും നശിപ്പിക്കുന്ന തെറ്റാണത്.